Hello, welcome to Inspire and Lead. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റെസിപ്പി കാൽസോൺ. കാൽസോൺ എന്ന് പറഞ്ഞാൽ പോക്കറ്റ് പീസ. അപ്പോൾ നമുക്കിത് മീറ്റോ വെജിറ്റബിൾ ആയിട്ടോ എന്ത് ഫില്ലിങ്ങും വെച്ച് നമുക്കിത് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് കാൽസോൺ വീട്ടിൽ ട്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പ്രൈസ് കേട്ടിട്ട് ഇത് നാട്ടിലാണെങ്കിൽ ഈസി ആയിട്ട് ഒരു ചെറിയ സ്മോൾ സൈസിന് തന്നെ ഇതൊരു ചാർജ് ചെയ്യുന്ന 120 to 150 റുപ്പീസ്. വെളിയിലാണെങ്കിലും ഒരു ചെറിയ പോർഷൻ കാൽസോണിന് നല്ല വില തന്നെയാണ്. അപ്പോൾ ഒരാൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഒരു ഫാമിലി ആയിട്ട് പോയി കഴിക്കുമ്പോൾ വളരെ നല്ലൊരു ഹൈ പ്രൈസ് ആയിട്ട് തന്നെ അത് വരും. സോ അത് ഞാൻ ഒരിക്കൽ വീട്ടിലുണ്ടാക്കി നല്ലതായിട്ട് എഫക്റ്റീവായിട്ട് അത് വന്നു. ആ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കാൽസോൺ എന്ന് പറഞ്ഞാൽ ഒരു 3 സ്റ്റേജ് സ്റ്റെപ്പിൽ ഒരു ഡൗ ഉണ്ടാക്കണം, പിന്നെ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം, പിന്നെ അതിൻ്റെ ഒരു സോസും ഉണ്ടാക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങനെ കാൽസോൺ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കാൽസോൺ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ വേണം. അപ്പോൾ 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ വെച്ച് നമുക്ക് 4 കാൽസോൺസ് കിട്ടും. അതിനുവേണ്ടി 1 കപ്പ് വാം വാട്ടർ. അപ്പോൾ ഈ വാം വാട്ടറിലോട്ട് നമുക്കൊരു 1.5 to 2 ടേബിൾ സ്പൂൺസ് ഒരു ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് സൈഡ് ചെയ്യുക. പിന്നെ ഒരു ബൗൾ എടുക്കുക. ഇത് തന്നെ സീവ് ചെയ്ത് വെച്ചേക്കുന്ന ഓൾ പർപ്പസ് ഫ്ലവർ 3 കപ്സ്. ഇതിലോട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് സോൾട്ട് ആഡ് ചെയ്തിട്ട് ഈ ലിക്വിഡായിട്ടിരിക്കുന്ന കണ്ടൻറ്റ് നമ്മൾ മിക്സ് ചെയ്ത് ഒരു ഡോ ഉണ്ടാക്കണം. ഓക്കെ, ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഈ ഡൗയിലോട്ട് മിക്സ് ആയി കഴിയുമ്പം പിന്നീടുണ്ട് നീഡിങ്. നമ്മളിത് കുഴച്ചെടുക്കുന്ന കൗണ്ടർ ടോപ്പിലിട്ട കാരണം നമ്മൾ 10 മിനിറ്റ്സ് എങ്കിലും ഇതൊന്ന് നീഡ് ചെയ്തെടുക്കണം. ഇത് കണ്ട നല്ല സ്മൂത്ത് ഒരു ഡവായിട്ട് ഇത് വന്നു. ഇനി നമുക്ക് ഇതൊരു 1 hour അല്ലെങ്കിൽ ഡബിൾ ദ സൈസ് റൈസ് ചെയ്യുന്നവരെ ഒരു വാം പ്ലേസിൽ ഇത് വെക്കണം. അപ്പം വീണ്ടും നമ്മുടെ ഒരു ബൗൾ എടുക്കുക. ഒരിച്ചിരി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ഓയിൽ ഡ്രിസിൽ ചെയ്യുക. എന്നിട്ട് ഇത് കോട്ട് ചെയ്തിട്ട് നല്ല റൈസ് ചെയ്യാനായിട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ ഡബിൾ ദ സൈസ് ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യാതെ വെക്കുക. ഒന്ന് കവർ ചെയ്യാൻ വേണമെങ്കിൽ. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങും സോസും ഉണ്ടാക്കാം. അപ്പം നമ്മൾ കാൽസോണിൻ്റെ ഫില്ലിങ്ങാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഷ്രെഡഡ് ചിക്കൻ, മഷ്റൂം ആൻഡ് സ്പിനച്ച് എടുത്താണ് ചെയ്യുന്നത്. ഒരു പാൻ ഹീറ്റ് ചെയ്യുക. കുറച്ച് ഒലിവ് ഓയിൽ, സോ ഒരു 1 or 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇടുക. ആദ്യം നമുക്ക് മഷ്റൂംസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 to 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഒന്ന് എന്ത് ചെയ്യുന്ന മഷ്റൂമിന് ആ സ്റ്റീമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പം നമുക്ക് സ്പിനച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗ്രീൻ സ്പിനച്ച്. ഈ സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് മീറ്റ്, ഷ്രെഡഡ് മീറ്റ് ഏത് വേണമെങ്കിലും ഇടാം. ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഓൾമോസ്റ്റ് കഴിയാറായി ഫില്ലിങ്. ഇതെന്ന് പറഞ്ഞാൽ ബേസിൽ ഞാനൊരു 1 to 2 ലീഫ് ചോപ്പ് ചെയ്ത ബേസിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്തൊരു ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുക, ഇച്ചിരി ക്യാപ്സിക്കം. അപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡിയായേ. എന്ത് സിമ്പിളാണ്. പിന്നെ ഓഫ് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് സോസ് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ ഒരു ഹീറ്റഡ് പാനിൻ്റെ അകത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺസ് ഒലിവ് ഓയിൽ ഒഴിച്ചു. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഒരു 7 ക്ലോവ്സ് ഓഫ് ഗാർലിക് ഇവിടെ എടുത്തേക്കുന്നത്. ഒരു സവാള കൊച്ചതായിട്ട് കുത്തി അരിഞ്ഞത്. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 3 ടൊമാറ്റോസ് ഞാൻ ബ്ലാഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ബ്ലാഞ്ച് തിളച്ച ചൂടുവെള്ളത്തിൽ ടൊമാറ്റോ ഇട്ടൊന്ന് ബോയിൽ ചെയ്യുക. അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്തെടുത്ത് നമ്മളൊന്ന് പ്യൂറേ ആക്കി വെച്ചേക്കുന്നത്. അപ്പം ഇത് ഏകദേശം ഒരു 1 കപ്പോളം വരും 3 ടൊമാറ്റോയ്ക്ക്. ഈ സോസ് ഒന്ന് ബബിൾ ചെയ്യണം. ഈ സമയത്ത് ക്രഷ്ഡ് പെപ്പർ, റെഡ് നമ്മുടെ വറ്റൽ മുളക് ക്രഷ് ചെയ്തതായത്,
ഞാൻ സ്പൈസിനെസ് അനുസരിച്ച് ഇതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതും ഇട്ട് കൊടുക്കുക. പിന്നെ പപ്രിക്ക അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ. അപ്പം പപ്രിക്ക വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ കളറിന് വേണ്ടിയാണ്, ഈ സോസിനൊരു കളർ കിട്ടാൻ വേണ്ടി. അതൊരു 2 ടേബിൾ സ്പൂണോളം ഇടാം. ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കുക. ലാസ്റ്റിൽ ഇതിപ്പം ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ബേസിൽ ലീഫും കൂടെ ആഡ് ചെയ്യാം. നിങ്ങളുടെ ഡിപ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ എന്ത് ഫ്രഷായിട്ടാണ് നമുക്ക് ഈ ഡിപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. സ്റ്റോർ ബ്രോട്ടായിട്ട് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞു. ഉണ്ടോ, ഇത് നല്ല ഒരു ഫ്ലഫി ഡോ ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. നല്ലോണം ഇത് റൈസുമായി എയറെല്ലാം മാറ്റി പിന്നെയും നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എനിക്കിത് ഒരു 4 കാൽസോൺസ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഈ ബോള് 4 ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. നമ്മൾ വർക്ക് ചെയ്യുന്ന ഡൗ അല്ലാത്തത് ബാക്കിയൊന്ന് കവർ ചെയ്ത് വെക്കാം, ഡ്രൈ ആകാതിരിക്കാൻ. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്ലാറ്റ് ചെയ്ത് ഫില്ലിങ്ങിന് വേണ്ടി ശരിയാക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല വലുപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഫ്ലാറ്റ് ആവില്ല, കാരണം നമുക്ക് ഫില്ലിങ് ചെയ്യാനുള്ള. ഇനി നമുക്ക് ഫില്ലിങ് ഇട്ട് ഈ ഡൗ ഒരു പോക്കറ്റ് പോലെ നമുക്ക് ആക്കാം. എന്നിട്ട് ചീസ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനുണ്ടോ ചീസ് ഇടാം. ഇനിയും നമുക്കിതിൻ്റെ ഫോൾഡിങ്ങിലോട്ട് പോവാം. ആദ്യത്തെ ഒരു പ്രസ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ എഡ്ജ് നമുക്കൊന്ന് സീൽ ചെയ്യണം. അപ്പം അതിനൊരു ഫോൾഡ് ചെയ്ത് നമുക്ക് എഡ്ജ് സീൽ ചെയ്യാം. അപ്പം നമ്മുടെ പോക്കറ്റ് ഉണ്ടാക്കി ഫില്ലിങ്ങും വെച്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കി 3 എണ്ണം കൂടെ ഫില്ല് ചെയ്ത് എടുക്കാം. ഓക്കെ, നമ്മളിത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പേ ഒരു സ്ലിറ്റ് ഉണ്ടാക്കണം ഈ ഒരു പോക്കറ്റിന്. അപ്പോൾ ഒരു പെയറിംഗ് നൈഫ് എടുത്ത് ചെറിയൊരു കട്ട് പോലെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റീം ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മളിതൊരു എഗ് വാഷ് ചെയ്യും. 1 മുട്ടയും 2 ടേബിൾ സ്പൂൺ വാട്ടറും കൂടെ യൂസ് ചെയ്ത് ഒരു എഗ് വാഷ് ഉണ്ടാക്കി ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്യുക, ഒരു ഗോൾഡൻ കളർ കിട്ടാനായിട്ട്. ഒരു പ്രീ ഹീറ്റഡ് അവനിൽ 395 ഡിഗ്രി ഫാരൻഹൈറ്റ്, അപ്പോൾ സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഒരു 200 to 10 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 to 20 മിനിറ്റ്സ്, അല്ലെങ്കിൽ മുകളിൽ ക്രസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെയും ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. അങ്ങനെ 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കാൽസോൺ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കാൽസോൺ മുറിച്ച് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഫില്ലിങ് ചിക്കനും സ്പിനച്ചും മഷ്റൂംസും ചീസും എല്ലാം വളരെ റിച്ച് ആയിട്ടുണ്ടൊരു ഫില്ലിങ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ തന്നെ നമ്മളൊരു ഇറ്റാലിയൻ കാൽസോൺ അല്ലെങ്കിൽ പോക്കറ്റ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പിള്ളേരൊക്കെ ഉണ്ട്, വീട്ടിൽ പിള്ളേരെയും കൂടെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അവരും ഭയങ്കര പ്രൗഡായിരിക്കും അവരുടെ ഫാദറോ മദറോ ഇങ്ങനൊരു ഡിഷ് ക്രിയേറ്റ് ചെയ്യുക. സാധാരണ ചോറും ചപ്പാത്തിയെക്കാട്ടിലും നല്ലൊരു ഡിഫറെൻ്റായിട്ട് ഒരു ഹെൽത്തി ഡിഷ്, ഒരു സാലഡും പിന്നെ അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റി ടൊമാറ്റോ ഡിപ്പും ചേർത്ത് കഴിച്ചാൽ സൂപ്പർ ഒരു മീലാണ്. സോ ഡു ട്രൈ ഔട്ട് ആൻഡ് ഗിവ് മീ ഫീഡ്ബാക്ക് ആൻഡ് കമൻറ്റ്സ്. പിന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ, ലൈക്സ്, കമൻറ്റ്സ് ആൻഡ് ഷെയർ, ശരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ്. ആസ് യു ഓൾ നോ, സോഷ്യൽ മീഡിയക്കകത്ത് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്ന, ചാനലിനെ സസ്റ്റെയിൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും ഡു കീപ്പ് ഓൺ സപ്പോർട്ടിങ് മീ. ആൻഡ് വേറൊരു റെസിപ്പിയായിട്ട് ഞാൻ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. അൻടിൽ ദെൻ, ദിസ് ഇസ് പ്രീത. ടേക്ക് കെയർ.